ഇസ്രയേലുമായി ഉണ്ടാക്കുന്ന പ്രതിരോധ സാമഗ്രികളുടെ കൈമാറ്റവും അതിൻ്റെ കരാറും ഒക്കെ എന്ന് പറയുന്ന ഡിഫറൻ്റ് ആയിട്ടുള്ള എമിറേറ്റ്സുകളുടെ ഒരു കോർഡിനേഷനിൽ അക്കാര്യത്തിൽ ആ നിലപാടിലേക്ക് വളരെ കാർക്കശ്യത്തോടെ നിൽക്കുന്നത് അബുദാബി എന്ന് പറയുന്ന എമിറേറ്റ്സ് ആണെന്നാണ് പറയപ്പെടുന്നത്. അബുദാബിയാണ് ഈ ഒപ്പേക്കിൽ നിന്നും പിന്മാറാനുള്ള തീരുമാനവും എടുത്തത്. കാരണം അബുദാബിക്ക് മാത്രമേ ഓയിൽ റിസർവ് ഉള്ളൂ. ഈ എമിറേറ്റ്സുകളിൽ വെച്ച് നാച്ചുറൽ റിസോഴ്സസ് കൂടുതലുള്ളത് അബുദാബിക്കാണ്. ബാക്കിയുള്ള എമിറേറ്റുകളൊക്കെ ദുബായ് ആണെങ്കിൽ ബിസിനസ്സും ബാക്കിയുള്ള ഇൻഫ്രയിലൊക്കെ വരുന്ന ഔട്ട്സൈഡ് സോഴ്സസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് അവിടുത്തെ ബിസിനസ്സായിട്ടുള്ളത്. പക്ഷേ അബുദാബി വളരെ സ്ട്രോങ് ആണ് ഫിനാൻഷ്യൽ മാറ്റേഴ്സിലും ആ കാര്യങ്ങളിലുമൊക്കെ. അപ്പോൾ അബുദാബി ഈ കാര്യങ്ങളിലൊക്കെ സ്ട്രോങ് ആയതുകൊണ്ട് അവരാണ് ഇത്തരമൊരു നിലപാടെടുത്തത്. ആ നിലപാട് തങ്ങളുടെ രാജ്യത്തിൻ്റെ പരമാധികാരവുമായി ബന്ധപ്പെട്ട ഉറച്ച നിലപാടാണെന്നും അക്കാര്യത്തിൽ ആരും ഇടപെടേണ്ടതില്ലെന്നുമാണ് കഴിഞ്ഞ ദിവസം ഇറാനോട് പറഞ്ഞത്. ഇറാനോട് അങ്ങനെ പറയാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, ഇറാൻ പറഞ്ഞത് ഇസ്രയേലുമായി അബുദാബി ഉണ്ടാക്കുന്ന കരാറുകളും അവിടുത്തെ ആയുധം വാങ്ങലും അവിടെ ആയുധം സൂക്ഷിച്ചു വെക്കലും അവർക്ക് ബേസ് നൽകലുമൊക്കെ ഇറാൻ്റെ സുരക്ഷിതത്വത്തിന് ഒരു ഭീഷണിയാണ് എന്നുള്ളൊരു സന്ദേശം ഇറാൻ പുറത്തുവിട്ടിരുന്നു. കാരണം എമിറേറ്റ്സുകളിൽ നിന്നാണ് ഇറാനെ എളുപ്പം ആക്രമിക്കാൻ നല്ലത് എന്നുള്ളത് നന്നായി ഇസ്രയേലിനറിയാം. അതുപോലെ തന്നെയാണ് എമിറേറ്റ്സുകളും റിസ്കിലാണ്. ഇറാൻ തിരിച്ചടിച്ചാലും ഏറ്റവും ആദ്യം പ്രതിസന്ധിയിലാവുന്നതും ഏറ്റവും വേഗത്തിൽ പ്രതിസന്ധിയിലാവുന്നതും ഏറ്റവും കനത്ത നാശമുണ്ടാകുന്നതും ഈ പറഞ്ഞ എമിറേറ്റ്സുകളിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഇത്തരമൊരു സംഗതി നടന്നതെന്നും അതിൻ്റെ തുടർച്ചയായിട്ട് എന്തോ ഡ്രോൺ ആക്രമണങ്ങളൊക്കെ ഉണ്ടായ പശ്ചാത്തലത്തിലാണ് ഇറാൻ ഈ സന്ദേശം പുറത്തുവിട്ടത്. അതിന് മറുപടിയായാണ് ഈ കാര്യം പറഞ്ഞത്. തങ്ങളുടെ സോവറിനിറ്റിയാണ്, തങ്ങളുടെ പരമാധികാരമാണ് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുക, അതിന് ഇറാൻ്റെ അഭിപ്രായ പ്രകടനങ്ങൾ വേണ്ട എന്നുള്ളതാണ് അബുദാബിയുടെ നിലപാട്. മിഡിൽ ഈസ്റ്റിൽ ഈ പറഞ്ഞതുപോലൊരു ഡിപ്ലോമസി നഷ്ടപ്പെട്ട് എമിറേറ്റ്സുകൾ തന്നെ വ്യത്യസ്തമായ രീതികളിലേക്ക് നീങ്ങുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ് പല നിലപാടുകളുമെന്ന് പലരും വിലയിരുത്തുന്നുണ്ട്. അതായത് പലപ്പോഴും ഈ GCC രാജ്യങ്ങളെല്ലാം സൗദി അറേബ്യയുടെ ഒരു തീരുമാനത്തിൻ്റെ തണലിൽ അങ്ങനെ ചേർന്ന് പോകുന്നൊരു രീതിയാണെങ്കിൽ ഈ ഒപ്പേക്കിൽ നിന്ന് മാറാനും സ്വന്തമായി എണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുമൊക്കെ തീരുമാനിച്ചത് തന്നെ തനിച്ചാണ്. നേരത്തെ യമനിലെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടും ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ടായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണിതെന്നും ആ അഭിപ്രായ ഭിന്നതയിലേക്കാണ് ഇസ്രായേൽ ഇങ്ങനെ കടന്നു കയറുന്നതെന്നും അതുകൊണ്ട് തന്നെ അത് പശ്ചിമേഷ്യയുടെ ആകെ സുരക്ഷിതത്വത്തിന് അപകടമാണെന്നും ഒക്കെ അഭിപ്രായമുള്ളവർ പലരുമുണ്ട്. പക്ഷേ മിഡിൽ ഈസ്റ്റിലെ ഒരു രീതി അനുസരിച്ച് പലതുമൊക്കെ പറയുക എന്ന് പറയുന്നത് അത്ര സാധ്യമായ കാര്യമല്ലാത്തതുകൊണ്ട് യൂറോപ്യൻ മീഡിയ അനലിസ്റ്റുകളാണ് ഇതിനെ സംബന്ധിച്ച് കൂടുതൽ ശബ്ദത്തോടെയും ഉറച്ച നിലപാടുമായി മുന്നിൽ വന്നിട്ടുള്ളത്.